ഭൂമിയിലെ സ്വർഗമായ സ്വിറ്റ്സർലൻഡിൻ്റെ അതിമനോഹര കാഴ്ചകളിലൂടെയാണ് നാം ഇപ്പോൾ കടന്നു പോകുന്നത്. ഇന്ന് രാവിലെ പുറപ്പെട്ട് സ്വിറ്റ്സർലൻഡിൻ്റെ ജുങ്ഫ്രൂ പ്രദേശത്തേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ജുങ്ഫ്രൂ പ്രദേശം സ്വിറ്റ്സർലൻഡിലെ ബെർണീസ് ഓബർലാൻഡിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഒരു പർവ്വത പ്രദേശമാണ്. ഇത് ഐഗർ, മോഞ്ച്, ജുങ്ഫ്രൂ എന്നീ 3 പർവ്വതങ്ങൾക്ക് പേരുകേട്ടതാണ്. ഇന്റർലീക്കൻ, ഗ്രീൻസ്വാൾഡ്, ലോട്ടർബ്രണ്ണൻ, വെൻഗൻ തുടങ്ങിയ പട്ടണങ്ങൾ ഈ പ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ എത്തിയതിനു ശേഷം ഇവിടുത്തെ മനോഹരമായ കാഴ്ചകളും കണ്ട് ജുങ്ഫ്രൂ പർവ്വതത്തിൻ്റെ മുകളിലേക്ക് കേബിൾ കാറിൽ ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. വളരെ ഉയരത്തിൽ നിർമ്മിച്ചിരിക്കുന്ന കേബിൾ കാറിലൂടെയുള്ള അതിമനോഹരമായ യാത്ര വർണ്ണിക്കാൻ വാക്കുകളില്ലാത്തതാണ്. താഴെ മഞ്ഞ് മൂടിക്കിടക്കുന്ന പർവ്വതമാണ് നമ്മുടെ കണ്ണിൽ കാണാൻ ഇടയാകുന്നത്. എവിടെയും മഞ്ഞ് പുതഞ്ഞു കിടക്കുന്ന പർവ്വതങ്ങൾ മാത്രം. അതിമനോഹരമായ ഈ ആകാശ കാഴ്ചയിലൂടെയാണ് നാം ഇപ്പോൾ കടന്നു പോകുന്നത്. പർവ്വതത്തിൻ്റെ താഴ്വാരത്തിൽ നിന്നും ഏതാണ്ട് 1 മണിക്കൂർ ദൈർഘ്യമേറുന്ന യാത്രയാണ് ഈ കേബിൾ കാറുകളിൽ ഒരുക്കിയിരിക്കുന്നത്. അതിമനോഹരമായ ഒരു യാത്ര. കൊടും തണുപ്പാണെങ്കിൽ കൂടി ഉള്ളൻ ഡ്രസ്സൊക്കെ ഇട്ട് ദേഹം ചൂട് പിടിപ്പിച്ച് അങ്ങനെ നാം ഈ കേബിൾ കാറുകളിൽ ഇപ്പോൾ ഈ ജുങ്ഫ്രൂ പർവ്വതത്തിന് മുകളിൽ സഞ്ചരിക്കുന്ന ട്രെയിൻ പാതയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി ട്രെയിൻ പാതയുടെ സൈഡിലൂടെ നടന്ന് ട്രെയിൻ ബോർഡിംഗ് പോയിന്റിലേക്ക് ഇപ്പോൾ മറ്റംഗങ്ങൾക്കൊപ്പം നാം നടന്നു നീങ്ങുകയാണ്. എങ്ങും അതിമനോഹരവും അത്ഭുതകരവുമായ കാഴ്ചകൾ. മലകൾ തുറന്ന് അതിനടിയിൽ നിർമ്മിച്ചിരിക്കുന്ന റെയിൽവേ സ്റ്റേഷനുകളും റെയിൽവേ പാതകളും. ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ തുരങ്കപാതയാണ് ഈ പർവ്വതത്തിന് മുകളിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ റെയിൽവേ ലൈൻ. സമുദ്രനിരപ്പിൽ നിന്നും 3471 അടി ഉയരത്തിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. അങ്ങനെ ഈ മനോഹര കാഴ്ചകൾ കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ ട്രെയിൻ വരികയായി. അതിമനോഹരമെന്ന് പറയാതെ നിവൃത്തിയില്ല. 360 ഡിഗ്രി മനോഹരമായ കാഴ്ച നൽകുന്ന വലിയ ഗ്ലാസ് വിൻഡോസ് ഉള്ള ട്രെയിനാണ് ഇതിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആ ട്രെയിനിലേക്ക് കയറി കമ്പാർട്ട്മെൻറ്റിൽ കറങ്ങുന്ന സീറ്റിലിരുന്ന് ഈ തുരങ്കത്തിന് ഉള്ളിലെയും ഇടവിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഈ മനോഹര പർവ്വതത്തിൻ്റെയും അതിമനോഹരമായ കാഴ്ചകളും കണ്ട് ഈ ട്രെയിനിൽ നാം സഞ്ചരിക്കുകയാണ് ഈ കുന്നിൻ്റെ മുകളിലേക്ക്. അങ്ങനെ സഞ്ചരിക്കുമ്പോൾ ട്രെയിനിനുള്ളിലും അതിശൈത്യമാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. ട്രെയിനിന് പുറത്താണെങ്കിൽ മഞ്ഞ് മൂടിയ കുന്നിൻ്റെ അതിമനോഹരമായ കാഴ്ചയാണ് എങ്ങും നമുക്ക് കാണാൻ സാധിക്കുക. ഒരു എൻജിനീയറിംഗ് വിസ്മയം എന്നല്ലാതെ മറ്റൊന്നും ഇതേക്കുറിച്ച് പറയാനില്ല. കാരണം 3471 അടി മുകളിൽ ആൽപ്സ് പർവ്വതനിരകളിൽ കുന്നുകളെ തുരങ്കമായി നിർമ്മിച്ചിരിക്കുന്ന അതിമനോഹര റെയിൽ വിസ്മയമാണ് ഈ ട്രെയിൻ പാത. വളരെയേറെ വേഗതയിൽ സഞ്ചരിക്കുന്ന ട്രെയിൻ പർവ്വതത്തിന് ഒന്ന് വലം വെച്ച് ഈ പർവ്വതത്തിൻ്റെ മുകളിലേക്ക് സഞ്ചരിക്കുമ്പോൾ നമുക്ക് എങ്ങും വളരെയേറെ അത്ഭുതങ്ങൾ നിറഞ്ഞ കാഴ്ചകൾ മാത്രമാണ് കാണാൻ സാധിക്കുക. അതിവേഗത്തിൽ പാഞ്ഞുകൊണ്ടിരിക്കുന്ന ട്രെയിനിൽ നിന്നും വളരെയേറെ ദൂരെ വരെയുള്ള അതിമനോഹരമായ കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുക. കുന്നുകൾ തുറന്നും പാറകൾ പിളർന്നും നിർമ്മിച്ചിരിക്കുന്ന എൻജിനീയറിംഗ് വിസ്മയമെന്നല്ലാതെ ഇതിന് മറ്റൊന്നും പറയാൻ സാധിക്കുകയില്ല. അങ്ങനെ ഏതാനും മിനിറ്റുകൾ കൊണ്ട് അവസാനത്തെ റെയിൽവേ സ്റ്റേഷനിലെത്തുകയും അവിടെ ഇറങ്ങിയതിന് ശേഷം തുരങ്കത്തിനുള്ളിലൂടെ ഈ കുന്നിൻ മുകളിലേക്ക് സഞ്ചരിക്കുകയുമാണ് നാം ഇപ്പോൾ. കുന്നിൻ മുകളിലെ കാഴ്ചകൾ അതിഭീകരവും അതിമനോഹരവുമാണെന്ന് പറയാൻ നിവൃത്തിയില്ല. കാരണം എങ്ങും
മഞ്ഞ് പൊതിഞ്ഞു കിടക്കുന്ന മനോഹരമായ പർവ്വതമാണ് നമ്മുടെ കണ്ണിലേക്ക് എത്തുക. അത്ര ഏറെ കൊടും തണുപ്പും അതിലുപരി വിസ്മയവും കലർന്ന പ്രകൃതിയുടെ ഒരു അത്ഭുത കാഴ്ചയാണ് ഈ പർവ്വതത്തിന് മുകളിൽ നമുക്കായി പ്രകൃതി ഒരുക്കി വച്ചിരിക്കുന്നത്. അങ്ങനെ ഈ പർവ്വത മുകളിലേക്ക് സഞ്ചരിച്ച് അവിടെ നിന്നും ഈ കുന്നിൻ മുകളിലേക്ക് കയറാൻ ലിഫ്റ്റ് കൂടി ഇവർ നിർമ്മിച്ചു വച്ചിട്ടുണ്ട്. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പുറത്ത് കടന്ന് അവിടെ ഒരുക്കിയിരിക്കുന്ന ലിഫ്റ്റിലൂടെയാണ് നാം ഈ കുന്നിൻ്റെ ഏറ്റവും മുകളിൽ പർവ്വത അഗ്രത്തിൽ എത്തിച്ചേരുക. അങ്ങനെ പർവ്വത അഗ്രത്തിൽ എത്തിച്ചേർന്നാൽ അവിടെ മനോഹരമായ പ്ലാറ്റ്ഫോം നിർമ്മിച്ചിട്ടുണ്ട്. നമുക്ക് അവിടെ നിന്ന് ഈ പർവ്വതത്തെ അടുത്തറിയാനും വീക്ഷിക്കാനും മഞ്ഞിൽ കളിക്കാനും ഒപ്പം ഇവിടുത്തെ അതിശൈത്യം അനുഭവിക്കാനും. ഇങ്ങനെ ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് ധാരാളം യാത്രികരാണ് ഈ പ്രകൃതിയുടെ വിസ്മയം ആസ്വദിക്കുന്നത്. അവിടെ നിന്നും ധാരാളം ഫോട്ടോകൾ എടുക്കുകയും വീഡിയോകൾ എടുക്കുകയും ചുറ്റും നിറഞ്ഞു കിടക്കുന്ന മഞ്ഞിൻ്റെ മനോഹാരിത ആസ്വദിക്കുകയും കൊടുന്തണുപ്പിൽ അല്പനേരം നിൽക്കുകയും കൊടുന്തണുപ്പ് എന്താണെന്ന് അനുഭവിക്കുകയും ഒക്കെ ചെയ്യാനുള്ള ഒരു അസുലഭ അവസരമാണ് പ്രകൃതി ഇവിടെ നമുക്കായി ഒരുക്കിയിരിക്കുന്നത്. അങ്ങനെ ഇവിടെ നിന്നും പ്രകൃതിയുടെ ഈ മനോഹരമായ അത്ഭുതകരമായ കാഴ്ചകൾ കാണുമ്പോൾ ഞാൻ ഈ ജുങ്ഫ്രോ പ്രദേശത്തെ പറ്റിയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. യൂറോപ്പിലെ ഏറ്റവും ഉയരത്തിലുള്ള റെയിൽവേ സ്റ്റേഷൻ കൂടിയാണ് നാം ഇപ്പോൾ വന്നിറങ്ങിയ ജുങ്ഫ്രോ റെയിൽവേ സ്റ്റേഷൻ. ഇത് 3 പർവ്വതങ്ങൾ സംഗമിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. ഐഗർ, മോഞ്ച്, ജുങ്ഫ്രോ എന്ന കൊടുമുടികളാണ് ഇവിടെ സംഗമിക്കുന്നത്. ഈ 3 കൊടുമുടികളാണ് ഇവിടുത്തെ പ്രധാന ആകർഷണവും. ഈ പ്രദേശം സന്ദർശിക്കുന്നവർക്ക് ഇത് ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ്. സ്വിറ്റ്സർലൻഡിലെ അതിമനോഹരമായ കാഴ്ചകൾക്കൊപ്പം ഈ കൊടുമുടിയിലെ അതിശൈത്യമുള്ള ഈ കാഴ്ചയും ഇവിടുത്തെ ട്രെയിൻ സഞ്ചാരവും ഇവിടേക്കുള്ള എസ്കലേറ്ററിലെ യാത്രയും അവിടെ നിന്നും ലിഫ്റ്റിലുള്ള മുകളിലേക്കുള്ള യാത്രയും ഒപ്പം ഈ കുന്നിൻ്റെ താഴ്വാരങ്ങളിൽ നിന്ന് കുന്നിൻ്റെ ബേസ് സ്റ്റേഷനിലേക്ക് എത്താനുള്ള റോപ്പ് വേയിലുള്ള മനോഹരമായ സഞ്ചാരവും എല്ലാം ഏതൊരു യാത്രികനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ ഏറ്റവും അവിസ്മരണീയമായ കുറേ നിമിഷങ്ങളാണ് ഇവിടെ സമ്മാനിക്കപ്പെടുന്നത്. മനോഹരമായ ഒരു ഗ്രാമം ആണ് ഈ ജുങ്ഫ്രോ റീജൻ്റെ ബേസ് ക്യാമ്പായി വർക്ക് ചെയ്യുന്നത്. ഈ ഗ്രാമത്തിൻ്റെ പേരാണ് ഗ്രിൻഡൽവേൾഡ്. ഈ ഗ്രിൻഡൽവേൾഡ് എന്ന കൊച്ചു ഗ്രാമത്തിൽ കൂടിയാണ് നാം ഇവിടേക്ക് സഞ്ചരിക്കേണ്ടത്. ജുങ്ഫ്രോ പ്രദേശം സ്വിറ്റ്സർലാൻഡിലെ ഏറ്റവും പ്രശസ്തമായ വിനോദ കേന്ദ്രങ്ങളിൽ ഒന്നാണ് എന്ന് പറയാതെ വയ്യ. ഇവിടുത്തെ പ്രകൃതി സൗന്ദര്യവും സാഹസിക വിനോദങ്ങളും സഞ്ചാരികളെ ഏറെ ആകർഷിക്കുന്ന ഒന്നുകൂടിയാണ്. ഗ്രിൻഡൽവേൾഡ് എന്നത് സ്വിറ്റ്സർലൻഡിലെ ഒരു കൊച്ചു ഗ്രാമവും ബർബൺ കൗണ്ടിയിലെ ഇന്റർലേക്കൻ ഓബർ ഹൗസ്ലി ഭരണജില്ലയിലെ ഒരു മുനിസിപ്പാലിറ്റിയുമാണ്. ജുങ്ഫ്രോ ഇതിൻ്റെ ഒരു ഭാഗമാണ്. ഇവിടെ ഐഗർ, മോഞ്ച്, ജുങ്ഫ്രോ എന്ന് 3 പർവ്വതങ്ങളുടെ താഴ്വരയാണ് സ്ഥിതി ചെയ്യുന്നത്. ഇങ്ങനെ ഈ പർവ്വതത്തിൻ്റെ ചരിത്രവും ഇവിടുത്തെ പ്രാധാന്യവും ഒക്കെ ഓർത്തുകൊണ്ട് ഇവിടുത്തെ മനോഹരമായ കാഴ്ചകൾ കണ്ട് ഇപ്പോൾ നാം ഈ പർവ്വതം തിരിച്ചിറങ്ങുകയാണ്. ഇതേ ട്രെയിനിലൂടെയും അതിനുശേഷം എസ്കലേറ്ററിലൂടെയും ലിഫ്റ്റിലൂടെയും ഒപ്പം ഇതിനെല്ലാം താഴെ നിന്ന് റോപ്പ് വേയിലൂടെ നാം മുകളിൽ നിന്നും താഴേക്ക് ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ കാഴ്ച അതിമനോഹരമാണെന്ന് പറയാതിരിക്കാൻ വയ്യ. താഴെയെങ്ങും നിറഞ്ഞു നിൽക്കുന്ന മനോഹരമായ സ്വിറ്റ്സർലൻഡ് ഗ്രാമങ്ങൾ, എങ്ങും വൃക്ഷങ്ങളും
ഒപ്പം പച്ചപ്പും അതിമനോഹരമായ പ്രകൃതി സൗന്ദര്യവും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന അതിമനോഹരമായ കാഴ്ചകളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക. ഇങ്ങനെ ഈ മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നാം കേബിൾ കാറിൽ ഇരുന്നു കൊണ്ട് താഴെയുള്ള മനോഹരമായ ഗ്രാമങ്ങളുടെ ഒത്തിരിയേറെ ഫോട്ടോകൾ എടുക്കുകയാണ്. ഇങ്ങനെ ഏതോ ഒരു സ്വപ്ന ലോകത്തൂടെ നാം സഞ്ചരിക്കുന്ന ഒരു പ്രതീതിയാണ് നമുക്ക് ഇവിടെ ലഭ്യമാകുന്നത്. കാരണം സ്വപ്നങ്ങളിൽ മാത്രം നാം കണ്ടു പരിചയമുള്ള അത്രയേറെ പ്രകൃതി ഭംഗിയാണ് നമുക്ക് ഈ കാഴ്ചകൾ നൽകുന്നത്. അങ്ങനെ അതിമനോഹരമായ ഈ കാഴ്ചകൾ ആവുന്നത്ര കണ്ണുകളിലും മനസ്സുകളിലും ഒപ്പം ക്യാമറയിലും പകർത്തിക്കൊണ്ടിരിക്കുകയാണ് എനിക്കൊപ്പം യാത്ര ചെയ്യുന്ന ഓരോ സഹയാത്രികരും. കൊടും തണുപ്പാണെങ്കിലും ഇട്ടിരിക്കുന്ന ഉള്ളൻ ഡ്രസ്സുകളുടെ ബലത്തിൽ ഈ തണുപ്പിലൂടെ ഈ പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ട് നാം സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉയരത്തിൽ നിന്നും താഴേക്ക് നാം നോക്കുമ്പോൾ സ്വിറ്റ്സർലൻഡിലെ അതിമനോഹരമായ പ്രകൃതിയും അവിടെ സ്ഥിതി ചെയ്യുന്ന കൊച്ചു കൊച്ചു ഗ്രാമങ്ങളും, ആ കൊച്ചു കൊച്ചു ഗ്രാമങ്ങളിൽ വളരെ വിരളമായി കാണുന്ന കൊച്ചു കൊച്ചു വീടുകളും ആണ് ഈ പ്രകൃതിയെ ഇത്രയേറെ മനോഹരമാക്കുന്നത്. മനുഷ്യ സഞ്ചാരം വളരെയേറെ കുറവാണ് എന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകതയായി ഞാൻ കാണുന്നത്. ഒരു ഗ്രാമത്തിൽ കൃഷിയിടങ്ങൾ എല്ലാം ഒരു വശത്തും വാസഗേഹങ്ങൾ എല്ലാം കൂടി ഒരു വശത്തുമായിട്ടാണ് ഇവിടെ സ്ഥിതി ചെയ്യുന്നത്. കാരണം ജനവാസം നന്നേ കുറവായതുകൊണ്ട് തന്നെ മനുഷ്യവാസത്തിനുള്ള വീടുകളും ഇവിടെ വളരെ കുറവാണ്. ഉള്ള വീടുകളാണെങ്കിൽ വളരെ ചെറുതും വളരെ മനോഹരവുമാണ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. എന്നാൽ ജനസംഖ്യ ഇവിടെ വളരെ കുറവായതുകൊണ്ട് തന്നെ പകൽ സമയങ്ങളിൽ ഇവിടെ പുറത്തെങ്ങും ജനങ്ങളെ കാണുക വളരെ വിരളമാണ്. കാരണം ഇവിടെയുള്ള കർഷകർ പകൽ സമയങ്ങളിൽ പാടങ്ങളിൽ കൃഷി ചെയ്യുകയും രാത്രിയാവുമ്പോഴേക്കും തങ്ങളുടെ വീടുകളിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുക എന്നതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. അതുപോലെ തന്നെ ഇവിടെയുള്ള ഭവനങ്ങളിലെ ഒട്ടുമിക്ക ആൾക്കാരും പ്രൈവസി കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ പുറത്തിറങ്ങി അങ്ങനെ നടക്കാനോ മറ്റുള്ളവരുമായി അങ്ങനെ ചങ്ങാത്തം പങ്കുവയ്ക്കാനോ ഒക്കെ അത്ര ഇഷ്ടപ്പെടാത്ത ആൾക്കാർ ആണെന്നാണ് ഉള്ള കേട്ടറിവ്. ഏതായാലും ഈ മനോഹരമായ പ്രദേശത്ത് വസിക്കുക എന്നത് തന്നെ വളരെയേറെ അത്ഭുതകരമായ ഒരനുഭവമാണ്. ഒപ്പം ഇവിടുത്തെ കാലാവസ്ഥയും എങ്ങും മഞ്ഞു മലകളാൽ ചുറ്റപ്പെട്ട മഞ്ഞിനാൽ മൂടപ്പെട്ട വളരെ സുഖപ്രദമായ കാലാവസ്ഥയാണ് ഇവിടെ നമുക്ക് അനുഭവപ്പെടുക. മഞ്ഞുകാലങ്ങളിൽ കൊടുന്തണുപ്പും മറ്റ് കാലങ്ങളിൽ വളരെ സുഖപ്രദവുമായ കാലാവസ്ഥയാണ് ഇവിടെ അനുഭവപ്പെടുക. എങ്ങും പച്ചപ്പ് നിറഞ്ഞ പ്രകൃതിയും അതിമനോഹരമായ കാഴ്ചകളും ആണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. സ്വിറ്റ്സർലൻഡ് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുക ഇവിടുത്തെ വർണ്ണനാതീതമായ പ്രകൃതി സൗന്ദര്യമാണ്. കാരണം ലോകത്തിലെ ഏറ്റവും സുന്ദരമായ രാജ്യം എന്ന പേരും ഈ സ്വിറ്റ്സർലൻഡിനാണ്. ഇങ്ങനെ എല്ലാം കൊണ്ടും അതിമനോഹരമായ ഈ രാജ്യത്തു കൂടി സഞ്ചരിക്കുക, ഒന്നോ രണ്ടോ ദിവസം ഇവിടെ താമസിക്കുക, ഇവിടുത്തെ ഗ്രാമങ്ങളും പട്ടണങ്ങളും ചുറ്റി സഞ്ചരിക്കുക, ഇവിടുത്തെ പ്രകൃതിയെ അടുത്തറിയുക, ഇവിടുത്തെ പ്രകൃതി ഭംഗി ആവോളം ആസ്വദിക്കുക, ഇതെല്ലാം ഏതൊരു മനുഷ്യൻ്റെയും സ്വപ്നമാണ്. ഈ സ്വപ്നം യാഥാർത്ഥ്യമാകുന്ന അത്യമൂല്യ നിമിഷങ്ങളിലൂടെയാണ് സഹയാത്രികർക്കൊപ്പം ഇപ്പോൾ ഞാനും കടന്നു പോകുന്നത്. ഉയരങ്ങളിൽ നിന്ന്
താഴേക്ക് ഇറങ്ങുന്ന ചെയർകാറിലിരുന്നു കൊണ്ട് താഴെ കാണുന്ന മനോഹരമായ ഗ്രാമത്തിൻ്റെ കാഴ്ചയാണ് ഇപ്പോൾ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. മുകളിൽ നിന്ന് നോക്കുമ്പോൾ കൊച്ചു കൊച്ചു മനോഹരമായ വീടുകളാണ് എങ്ങും നമ്മുടെ കൺമുൻപിലേക്ക് ഓടിയെത്തുക. ഏതാണ്ട് ഒരേ ഭംഗിയിൽ, ഒരേ രീതിയിൽ, ഒരേ അളവിൽ നിർമ്മിക്കപ്പെട്ട അതിമനോഹരങ്ങളായ കുടിലുകൾ. ഏറ്റവും ചെരിവുള്ളതും കൂർത്തതുമായ മേൽക്കൂരയാണ് ഇവിടുത്തെ ഭവനങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത. കാരണം മഞ്ഞുകാലങ്ങളിൽ ധാരാളം മഞ്ഞ് വീഴ്ച ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ സുരക്ഷയ്ക്ക് വേണ്ടിയും മഞ്ഞ് അനായാസം ഒഴുകി ഇറങ്ങുന്നതിനു വേണ്ടിയും ആണ് ഈ പുരകളുടെ മേൽക്കൂര ഇങ്ങനെ ഇത്രയും ചെരിവിൽ ഇവർ പണി തീർത്തിരിക്കുന്നത്. ഇവിടുത്തെ വീടുകൾ ഒട്ടുമിക്കതും നിർമ്മിച്ചിരിക്കുന്നത് മരങ്ങൾ കൊണ്ടാണ്. അതിശൈത്യത്തെയും ശൈത്യത്തെയും തടുക്കുവാനും സുഖപ്രദമായ ഒരു ആവാസ വ്യവസ്ഥ ഉള്ളിൽ നിലനിർത്തുവാനും മരങ്ങൾക്കുള്ള പ്രത്യേക കഴിവാണ് ഇവിടെയുള്ള വീടുകളെ മരങ്ങൾ കൊണ്ട് നിർമ്മിക്കാൻ ഇവിടെയുള്ള ആൾക്കാരെ നിർബന്ധിതരാക്കിയിരിക്കുന്നത്. അങ്ങനെ കാലാകാലങ്ങൾക്ക് മുമ്പ് തന്നെ തുടങ്ങിയ മരം കൊണ്ടുള്ള മനോഹരമായ ഭവന നിർമ്മാണ രീതിയാണ് ഇന്നും ഇവിടെ തുടരുന്നത്. വളരെ വിരളമായി മാത്രമേ കോൺക്രീറ്റ് സൗധങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കുകയുള്ളൂ. വളരെ വിശാലമായ വയലുകൾക്ക് നടുവിൽ ചെറിയൊരു വീടാണ് ഇവിടുത്തെ ഏറ്റവും ഭംഗി കൂട്ടുന്നത്. കാരണം വീടുകളോ ഇല്ലെങ്കിൽ ധാന്യ സംഭരണശാലകളോ ആയിരിക്കാം ഇങ്ങനെയുള്ള ചെറു ചെറു വീടുകൾ. ഈ പ്രകൃതിയുടെ മനോഹരമായ ക്യാൻവാസിൽ പ്രപഞ്ച സൃഷ്ടാവ് നിർമ്മിച്ച അതിമനോഹര കാഴ്ചകളാണ് നമുക്കെന്നും കാണപ്പെടാൻ ഇവിടെ സാധിക്കുന്നത്. അങ്ങനെ ഇപ്പോൾ നാം സഞ്ചരിക്കുന്ന കേബിൾ കാർ സ്റ്റേഷനിലേക്ക് എത്തിച്ചേരുകയുണ്ടായി. ഈ കേബിൾ കാർ സ്റ്റേഷൻ ആയിരിക്കാം ഒരുപക്ഷെ ഈ ഗ്രാമത്തിലെ ഏക കോൺക്രീറ്റ് നിർമ്മിതിയും. അത്ര പടുകൂറ്റൻ നിർമ്മിതിയാണ് ഈ കോൺക്രീറ്റ് സൗധങ്ങൾ. ഇപ്പോൾ നാം അവിടെ നിന്നും പുറപ്പെട്ട് മനോഹരമായ പ്രകൃതി സൗന്ദര്യം കണ്ട് ഒരു ലേക്കിൻ്റെ സൈഡിലൂടെ നാം യാത്ര തുടർന്നു കൊണ്ടിരിക്കുകയാണ്. വിശാലമായ ലേക്ക് പർവ്വത മുകളിൽ നിന്നും ഉരുകി ഒലിച്ച് ഇറങ്ങുന്ന മഞ്ഞുകട്ടകളാൽ നിർമ്മിതമായിരിക്കാനാണ് സാധ്യത എന്നാണ് ചരിത്രം നമ്മെ പഠിപ്പിക്കുക. കാരണം മഞ്ഞുരുകുമ്പോൾ ഉണ്ടാകുന്ന ജലശേഖരമാണ് ഇത്തരം ലേക്കുകളിൽ സംഭരിക്കപ്പെടുക. മനോഹരമായ ഈ ലേക്കിലൂടെ ഉള്ള സഞ്ചാരം അതിമനോഹരമാണ്. കാരണം ലേക്കിന് 4 ചുറ്റും മലകളും ആ മലകൾക്ക് അപ്പുറം മനോഹരമായ ആകാശവും അതിലൂടെ പാറി നടക്കുന്ന മേഘവും ഒക്കെ പ്രകൃതി ഭംഗിയെ വളരെയേറെ ശോഭനമാക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ഈ മനോഹരമായ തീരത്തുകൂടെ ഈ അതിമനോഹരമായ കാഴ്ചകളും കണ്ട് ബസ്സിൽ നാം സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മുടെ അടുത്ത ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുവാനും ഇന്നേ രാത്രി നമുക്കായി ഒരുക്കിയിരിക്കുന്ന ഹോട്ടലിൽ താമസിക്കുവാനും അല്പം വിശ്രമത്തിനും രാത്രി ഉറക്കത്തിനു ശേഷം രാവിലെ എഴുന്നേറ്റ് നമ്മുടെ യാത്ര തുടരുവാനും അങ്ങനെ ഈ യൂറോപ്പ് യാത്ര അതിമനോഹരമാക്കി തീർക്കുവാനും